നമസ്കാരം. റാപ്ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. യൂറോ കപ്പ് ആരംഭിക്കാൻ വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സുപ്രധാനമായ ഒരു പ്രഖ്യാപനം യുവേഫ നടത്തിയിരിക്കുന്നു. സ്ക്വാഡിന്റെ സൈസിൽ മാറ്റം വരുത്തിയിരിക്കുന്നു. 23 അംഗ സ്ക്വാഡ് എന്നുള്ളത് മാറ്റി 26 അംഗ സ്ക്വാഡാക്കി പ്രഖ്യാപിച്ചിരിക്കുകയാണ് യുവേഫ. അതായത് മാക്സിമം ഒരു ടീമിൽ ഒരു സ്ക്വാഡിൽ 26 താരങ്ങളെ ഉൾപ്പെടുത്താം. നമുക്കറിയാം, കോവിഡിന് ശേഷം ഫുട്ബോളിൽ മാറ്റങ്ങൾ വന്നു. 5 സബ്സ്റ്റിറ്റ്യൂഷനുകൾ ഉപയോഗിക്കാമെന്നായി. അതിനുശേഷം നടന്ന മിക്ക ടൂർണമെന്റുകളിലും സ്ക്വാഡിന്റെ വലിപ്പത്തിൽ ഈ ഒരു മാറ്റം 23-ൽ നിന്ന് 26-ലേക്ക് മാറ്റിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ യൂറോ 2024-ലും സംഭവിച്ചിരിക്കുന്നത്. ഒഫീഷ്യലായിട്ട് യുവേഫ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, സ്ക്വാഡ് പ്രഖ്യാപിക്കേണ്ട അവസാന തീയതി ഏതാണ് എന്നുകൂടി ആ ഒരു ഡെഡ് ലൈൻ കൂടി ഇപ്പോൾ യുവേഫ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമ്മൾ യുവേഫയുടെ ഒഫീഷ്യലായിട്ടുള്ള പ്രഖ്യാപനത്തിലേക്ക് ഒന്ന് പോകാം. അതിൽ പറയുന്നത്, ദി മാക്സിമം സ്ക്വാഡ് സൈസ് ഫോർ യൂറോ 2024 ടീംസ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ഫ്രം ഒറിജിനൽ കോട്ട ഓഫ് 23 to 26 പ്ലേയേഴ്സ്. അതായത് ഒറിജിനൽ കോട്ട 23 താരങ്ങൾ ഉൾപ്പെടുത്താം എന്നുള്ളതായിരുന്നു. അത് മാറ്റി മാക്സിമം 26 അംഗ ടീമിനെ പ്രഖ്യാപിക്കാം. കൂടാതെ ടീംസ് മസ്റ്റ് പ്രൊവൈഡ് എ സ്ക്വാഡ് ലിസ്റ്റ് കണ്ടെയ്നിങ് ബിറ്റ്വീൻ 23 and 26 പ്ലേയേഴ്സ് ബൈ 7th June. അതായത് 23 മുതൽ 26 വരെ. അപ്പം മാക്സിമം 26 എന്നേ ഉള്ളൂ. 26 അംഗ ടീം തന്നെ കൊണ്ടുപോകണമെന്നില്ല. അപ്പം 23 മുതൽ 26 വരെ പ്ലേയേഴ്സ് ഉൾപ്പെടുന്ന ആ സ്ക്വാഡ് ലിസ്റ്റ് ടീമുകൾ ജൂൺ 7 കൂടി പ്രഖ്യാപിക്കണം എന്നാണ് ഇപ്പോൾ യുവേഫ ഒഫീഷ്യലി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും അടുത്ത യൂറോ കപ്പ് നടക്കാൻ പോകുന്നത് ജർമ്മനിയിലാണ്. ജൂൺ 14-നാണ് ഉദ്ഘാടന മത്സരം. നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ ജൂൺ 15-ന് പുലർച്ചെ 12:30 ജർമ്മനിയും സ്കോട്ട്ലൻഡും തമ്മിൽ ഏറ്റുമുട്ടുന്നതോടുകൂടി യൂറോ കപ്പിന് ആരംഭമാവുകയായി. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് കൊണ്ടുവെത്താം.